ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ വെഡ്ഡിങ് ഡേൻ്റെ അന്ന് എനിക്ക് ഗിഫ്റ്റായിട്ട് എന്തെങ്കിലും നമുക്ക് വേണം പറഞ്ഞു. അപ്പോൾ വൈരം കൊണ്ടുവരും വിചാരിച്ച ഒരു ഫ്രെയിമിൽ ഫോട്ടോ ആയി. അൽഹംദുലില്ലാ, എന്തായാലും സന്തോഷം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ വെഡ്ഡിങ് ഡേ ആണ്. വെഡ്ഡിങ് ഡേ ആയതുകൊണ്ട് ഒന്ന് ചുറ്റിക്കറങ്ങാന്ന്, ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഇരിക്കാനും മഴ സമ്മതിക്കില്ല. പക്ഷേ ഈ പാലം കാരണം കണ്ടോ, മഴ മേത്തക്ക് തന്നെയില്ല കേട്ടോ. ഇതൊരു വല്ലാത്തൊരു പാലാണ് കേട്ടോ. ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ കോവയിലാണ് കേട്ടോ. കോവയിലാണ് സംഭവം. അപ്പോൾ ഈ കോവ എവിടെയെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ കോവയെന്ന് പറഞ്ഞാൽ ഗോവ എന്ന് വിചാരിക്കണ മനുഷ്യന്മാരും ഉണ്ട്. അപ്പോൾ ഇത് കോവയെന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്തവരോട് പറയുകയാണെങ്കിൽ ഇത് തമിഴ്നാട് കോയമ്പത്തൂര് പറയട്ടോ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ആസ്വദിക്കാനും മഴയൊന്നും സമ്മതിക്കണില്ല കേട്ടോ. എന്നാലും ഞങ്ങൾ അവിടെ നിന്ന് പോയി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുങ്ങാണ്ട് എൻജോയ് ചെയ്തു കേട്ടോ. എൻജോയ് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടുള്ള എൻജോയ്. വീട്ടിലൊക്കെ ഭയങ്കര സുഖമില്ലാതെ കിടക്കുകയാണ്. മോന് ആക്സിഡൻ്റായി കിടക്കുകയാണ്. മോൾക്ക് അനിച്ചിലോ മേലിൽ നിറയെ കുരു പൊന്തിയിട്ട് അങ്ങനെയും കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ബീഫും മീനും ഇറച്ചിയും ഒന്നും ബിരിയാണി ഒന്നും വീട്ടിൽ പറ്റൂല. അപ്പോൾ അത് പറ്റാത്തത് കൊണ്ട് ഞങ്ങളൊന്ന് പുറത്ത് പോയി ചെറുതായിട്ടൊരു ജ്യൂസും കഴിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ പാർക്കിൽ പോയി ഫോട്ടോസുകളും കാര്യങ്ങളും എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനും ഇക്കി അങ്ങനെ പോയതാണ് കേട്ടോ. അങ്ങനെ പോയപ്പോൾ ഭയങ്കര മഴ കാരണം ഞങ്ങൾക്ക് തിരിച്ചു പോവുക, ഫോട്ടോസുകളൊക്കെ മതി കാണാൻ പറഞ്ഞാൽ ഞാനും ഇക്കാനോട് പറഞ്ഞപ്പോൾ ഇക്കും പറഞ്ഞ കുട്ടിക്ക് പനി പിടിക്കും, നമുക്ക് പനി പിടിച്ചാൽ പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് വീട്ടിലോട്ട് പോവാ, അങ്ങനെ വീട്ടിലോട്ട് ജ്യൂസ് കഴിച്ചിട്ട് പോകാമെന്ന് ഇക്ക പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ ജ്യൂസ് കഴിക്കാൻ. അപ്പോൾ നേരിട്ട് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ജ്യൂസ് കടയിൽ എത്തിയിട്ടോ. ജ്യൂസ് അങ്ങനെ ഞങ്ങളൊരു പുട്ട് ഐസ്ക്രീം ഓർഡർ ചെയ്തു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പുട്ട് ഐസ്ക്രീം കഴിക്കണേ. ഞാൻ സാധാ ഐസ്ക്രീം നോർമലായിട്ട് കഴിച്ചിട്ടുണ്ട്, പക്ഷെ പുട്ട് ഐസ്ക്രീം അങ്ങ് വാങ്ങാറില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു ഐസ്ക്രീം കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നേരം വെളുക്കും. അത് കാരണം ഞാനങ്ങനെ കടയിൽ നിന്നൊന്നും അങ്ങനെ വാങ്ങാറില്ല. വീട്ടിൽ വന്ന് കഴിക്കാനാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല, കടയിൽ നിന്നൊക്കെ കഴിക്കണേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളത് പുട്ട് ഐസ്ക്രീമും വാങ്ങി. അങ്ങനെ ഞാനും മോനും ഹിക്കിയും ഒക്കെ പുട്ട് ഐസ്ക്രീമിൽ പുട്ടടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇക്കാക്കാണെങ്കിലോ ഇങ്ങനത്തെ ജ്യൂസ് ഐറ്റംസ്, ഐസ്ക്രീം ഇതൊന്നും തീരെ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാനും മോനും അതങ്ങനെ കഴിച്ചു. പകുതി മുക്കാൽ കഴിച്ചാൽ ലാസ്റ്റ് കുറച്ച് ബാക്കിയായിട്ടോ. അപ്പോൾ അതവിടെ വെച്ച് ഞങ്ങൾ ഇന്ന് വീട്ടിലോട്ട് പോകാൻ കേട്ടോ. അപ്പം മോന് പോകുമ്പോൾ മോനിക്കും ഒരു പാർസൽ വാങ്ങി. അപ്പോൾ ഇത്രയുള്ളൂ എൻ്റെ ചാനലിൽ വീഡിയോസ്. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.